പത്തനംതിട്ട ജില്ലയിലെ കുളനടയിൽ എല്ലാ ദിവസവും വീട്ടിൽ ദേശീയ പതാക ഉയർത്തുകയാണ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ തോമസ് കുഞ്ഞുകുഞ്ഞും മകൻ ജോസ് കെ തോമസും. ഫ്ളാഗ് കോഡുകൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് തോമസ് കുഞ്ഞുകുഞ്ഞും കുടുംബവും ദേശീയ പതാക ഉയർത്തുന്നത്. ഇവിടെ എല്ലാ ദിവസവും ദേശീയ പതാക ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകളും എല്ലാ ദിവസവും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സബ് ഇൻസ്പെക്ടറായിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഒരു ദേശീയ ബോധം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഞാൻ ഈ ദേശീയ പതാകയും ദേശീയഗാനത്തിനെയൊക്കെ ഏറ്റവും ബഹുമാനത്തോടെ ആദരിക്കണം എന്ന ഒരു അഭിപ്രായക്കാരനായതുകൊണ്ട് കഴിഞ്ഞ 10-27 വർഷമായിട്ട് നമ്മൾ ദേശീയ പതാക ഇവിടെ എല്ലാ നാഷണൽ ഡേയ്സിലും ഉയർത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2002 സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായി, പബ്ലിക്കിനും ഈ ദേശീയ പതാക എല്ലാ ദിവസവും ഉയർത്താം എന്നുള്ളത്. ആ വിധി വന്നതിന് ശേഷം, അത് നവീൻ ജിൻഡാൽ എന്ന് പറഞ്ഞ ഒരു വ്യവസായിയാണ് ആ വിധി സമ്പാദിച്ചത്. അതിനുശേഷം നമ്മളൊരു കഴിഞ്ഞ 4 വർഷമായി, അതായത് ആസാദി കാ അമൃത മഹോത്സവ് തുടങ്ങുന്നതിനും ഒരു വർഷം മുൻപ് മുതലേ നമ്മളിവിടെ ദിവസവും ദേശീയ പതാക പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഔദ്യോഗിക ദുഃഖാചരണ വേളകളിൽ പതാക പകുതി താഴ്ത്തിക്കെട്ടുന്നതിലും കുടുംബം അതീവ ശ്രദ്ധ വയ്ക്കാറുണ്ട്. എല്ലാവരും അവരവരുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തുകയും ദേശീയഗാനത്തെ ആദരിക്കുകയും ചെയ്യുന്ന സംസ്കാരം വളർത്തിയെടുക്കണമെന്നാണ് ഈ മുൻ പോലീസ് ഓഫീസറുടെ അഭിപ്രായം.